ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. Zn in the equilibrium constant for the reaction Zn plus Cu2 plus reversibly gives Zn2 plus Cu plus 2Ag plus reversibly gives Cu2 plus 2Ag. രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ ഈ താഴെ തന്നിരിക്കുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. Zn plus Cu2 plus reversibly gives Zn2 plus Cu എന്ന് പറയുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ്. K is equal to K1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ Cu plus 2Ag plus reversibly gives Cu2 plus 2Ag. ഈ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്താണ്? Zn plus 2Ag plus reversibly gives Zn2 plus 2Ag. ഈ ഇക്വേഷന്റെ Kയുടെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം, നമുക്ക് ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പോ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. നമുക്ക് വേണ്ടത് ഇവിടെ Zn ഉണ്ട്. അപ്പൊ ഇവിടെ Zn നമ്മുടെ ഉള്ള ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ Zn ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, ഇവിടെ Zn ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഇനി Ag പ്ലസ് രണ്ടാമത്തെ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, ഇവിടെ നമുക്ക് വേണ്ട ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. Zn2 പ്ലസ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്, നമുക്ക് വേണ്ട ഇക്വേഷനിൽ ഇതിൽ തന്നെ കിടക്കണേ, റൈറ്റ് സൈഡിൽ തന്നെ കിടക്കണേ. 2Ag ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനിൽ ആരോയുടെ റൈറ്റ് സൈഡിലാണ് 2Ag കിടക്കുന്നത്, അതുപോലെ ഈ ഇക്വേഷനിൽ ആരോയുടെ റൈറ്റ് സൈഡിലാണ് 2Ag കിടക്കുന്നത്. അപ്പോ ആൾക്കാരുടെ പൊസിഷൻ ഒക്കെ സെയിം ആണ്. അതായത് ഇവിടെ ഈ രണ്ട് ഇക്വേഷനിൽ ആരുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ആരുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഈ ഇക്വേഷനുകളിൽ ആരുടെ റൈറ്റ് സൈഡിൽ വന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നത്. സോ ഇക്വേഷൻസ് നമുക്ക് പരസ്പരം ആഡ് ചെയ്ത് ഒരേ സൈഡിലാണ് ആവശ്യമുള്ള ആൾക്കാർ വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലെ ആൾക്കാര് നമുക്ക് വേണ്ട ഇക്വേഷനിലെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്താവും? Zn plus Cu2 plus Cu plus 2Ag plus ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്തു, ആരോ ഇട്ടു. ഇനി റൈറ്റ് സൈഡ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? Zn2 plus Cu2 plus 2Ag. എന്നിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. Cu ക്യാൻസൽ ചെയ്യാം, Cu2 plus ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തോ വരും? Zn plus 2Ag plus reversibly gives Zn2 plus 2Ag. ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് വേണ്ട ഇക്വേഷൻ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇക്വേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടാൻ എന്ത് ചെയ്യണോടെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ക്ലാസ്സിലുണ്ടായിരുന്നു. ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ, രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ഏതൊക്കെയാണോ ആഡ് ചെയ്തത് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ആണ്. അതായത് ഇവിടത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 ആണ്, രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണ്. സോ പുതിയ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 into K2 ആയിരിക്കും. അതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അവിടെ ആൻസർ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്തത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കുക, ഇതൊരു വാല്യൂ ആഡഡ് പ്രോബ്ലം ആണ്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ കൂടെ തന്നിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, എന്തോ ഡിഫറൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. വാട്ട് വിൽ ബി ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് 717 കെൽവിൻ ഫോർ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയത്തില്ല, അത് നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് HI റിവേഴ്സിബിൾ ഈസ് ഹാഫ് H2 പ്ലസ് ഹാഫ് I2 എന്ന് പറയുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട് കേട്ടോ, H2 പ്ലസ് I2 റിവേഴ്സിബിളി ഗീവ്സ് 2HI എന്നതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 64 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. H2 പ്ലസ് I2 റിവേഴ്സിബിളി ഗീവ്സ് 2HI എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 64 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ HI റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് H2 പ്ലസ് ഹാഫ് I2 എന്നതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. കുറച്ചൊന്ന് മൂള ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. H2 പ്ലസ് I2 റിവേഴ്സിബിളി ഗീവ്സ് 2HI. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വില 64 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഇക്വേഷൻ സൈഡിലോട്ട് എഴുതാം. HI റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് H2 പ്ലസ് ഹാഫ് I2. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്ര എന്നാണ് ചോദ്യം. ഇതിൽ നിന്ന് ഇതിലോട്ട് എത്താൻ വേണ്ടി എന്തോ ചെയ്യണം. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനിലോട്ട് എത്താൻ എന്തോ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഡിവൈഡ് ബൈ 2 എടുത്താലും ഇവിടെ ഹാഫ് H2 ഹാഫ് I2 എന്നല്ലേ ആവത്തുള്ളൂ. ഇവിടെ അതല്ലല്ലോ ഉള്ളത്. ഇവിടെ ആരുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് H2 I2 അല്ലേ. അതിനെ ഡിവൈഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തോ വരുന്നത്, ഹാഫ് H2 ഹാഫ് I2 എന്നല്ലേ വരേണ്ടത്. പക്ഷെ അതല്ലല്ലോ ഇവിടെ കിടക്കുന്നത്. ആ, വെരി ഗുഡ്. കാർത്തിക് ആണോ അത് പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഹാരിഷ. ഓക്കെ. അപ്പൊ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം. ഇക്വേഷനെ ആദ്യം റിവേഴ്സ് ചെയ്യണം. ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുമ്പോ 2HI റിവേഴ്സിബിളി ഗീവ്സ് H2 പ്ലസ് I2 എന്നാവും. ഇവിടെ നോക്കണം. അപ്പൊ ഈ ഇക്വേഷനും നമുക്ക് വേണ്ട ഇക്വേഷനുമായിട്ട് ഒരു ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എങ്ങനെ മാറൂടെ? ഓർമ്മയുണ്ടോ? പറഞ്ഞോ. 1 എടുക്കണം. അതായത് H2 പ്ലസ് I2 റിവേഴ്സിബിൾ ഈസ് 2HI ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 64 ആണെങ്കിൽ അത് തിരിച്ചിടുമ്പോഴുള്ള റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/64. കഴിഞ്ഞിട്ടില്ല, ഇനിയും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതില്? ഈ ഇക്വേഷനിൽ 2 ഇവിടെ ഉണ്ട്, ഇവിടെ 2 ഇല്ല. ഇവിടെ 1 ആണുള്ളത്, ഇവിടെ 1/2 ആണുള്ളത്. ഇവിടെ 1 ആണുള്ളത്, നമുക്ക് വേണ്ട സ്ഥലത്ത് 1/2. അപ്പൊ നമ്മള് ഡിവൈഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഡിവൈഡിങ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ ചെയ്യരുത്. അതിന് പകരം നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഈ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം ചെയ്യാനായിട്ട്. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം നമുക്ക് 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. രണ്ടും സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇവിടെ ഫുൾ ആയിട്ട് ഇതിനെ ഫുൾ ആയിട്ട് 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1/2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 1/2 × 2 എന്ന് പറയുമ്പോഴേക്കും 1 ആയി പോകും. HI റിവേഴ്സിബിൾ ഗീവ്സ് ഇവിടെ 1/2 H2, ഇവിടെ 1/2 I2. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/64 ദ ഹോൾ റൈസ് ടു സൈഡിൽ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ അത് പവർ ആയിട്ട് കൊടുക്കണം. ഇവിടെ 1/2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്, സോ അത് അതിന്റെ പവർ ആയിട്ട് കൊടുക്കണം. റൈസ് ടു 1/2 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/64 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√64ന്റെ വാല്യൂ 8. 1/8 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് നമ്മുടെ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേസ് ടു ആ നമ്പർ എന്ന് പറഞ്ഞ് എടുക്കണം. അതായത് ഇപ്പൊ നമ്മളിപ്പോ മൾട്ടിപ്ലൈ 1/2 കൊണ്ടാണ്, സോ ഈ നമ്പർ റേസ് ടു 1/2. ഇവിടെ ഇപ്പൊ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ 1/, എന്ത് എഴുതുമായിരുന്നു? 1/64 ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതി.
ഇവിടെ ഇപ്പൊ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 1/64 the whole raised to 10 എന്ന് എഴുതി. ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ റേസ് ടു ആ നമ്പർ എന്ന് എടുക്കണം. അപ്പൊ റേസ് ടു 1/2 എന്ന് പറയുന്നതാണ് സ്ക്വയർ റൂട്ട്. സോ 1/64ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. 1ന്റെ റൂട്ട് 1, 64ന്റെ റൂട്ട് 8. ക്ലിയർ ആണോ? Yes, sir. Clear answer. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങളുടെ കൺസെപ്റ്റുകൾ ക്ലിയർ ആവാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നേ ഉള്ളൂ. എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒന്നേന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. ആദ്യം എല്ലാ ചാപ്റ്ററുകളും ഒന്ന് നമുക്ക് ഒരു തവണ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം ചാപ്റ്റേഴ്സ് പോർഷൻസ് കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥ എത്തും. ഓക്കെ. N2 plus 3H2 reversibly gives 2NH3, K1 ആണ്. N2 plus O2 reversibly gives 2NO, K2 ആണ്. H2 plus half O2 reversibly is H2O, K3 ആണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? The equilibrium constant for the oxidation of ammonia by oxygen to give NO. അതായത് അമോണിയ ഓക്സിജനുമായി ചേർന്ന് NO ആവുന്ന ഇക്വേഷൻ. നിങ്ങളുടെ 3 ഇക്വേഷൻസ് ഉണ്ട്. N2 plus 3H2. ഞാൻ ചെയ്യുന്ന കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ ചെയ്ത് നോക്കണം. എല്ലാം ഞാൻ ചെയ്യുന്നില്ല. N2 plus 3H2 reversibly is 2NH3. അതിന്റെ equilibrium constant K1 ആണ്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. എഴുതിപ്പോ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? N2 plus 3H2 reversibly gives 2NH3. ഇതിന്റെ equilibrium constant K1 ആണ്. ഇനി N2 plus O2 reversibly gives 2NO യുടെ equilibrium constant K2 ആണ്. H2 plus half O2 gives H2O യുടെ equilibrium constant K3 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് what is the equilibrium constant for the oxidation of ammonia by oxygen to give NO. അതായത് അമോണിയ ഓക്സിജനുമായി ചേർന്ന് എന്താകുന്നു? NO ആകുന്ന പ്രോസസ്. NOയും H2Oയും ആകുന്ന പ്രോസസ് ഉണ്ട്. NOയും H2Oയും ആകുന്ന പ്രോസസ് ഉണ്ട്. ആ അമോണിയ ഓക്സിജനുമായി ചേർന്ന് NOയും H2Oയും ആകുന്ന പ്രോസസ്സില് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഇക്വേഷനിൽ ആദ്യം ഇത് നിങ്ങൾ ബാലൻസ്ഡ് ആണോ നോക്കുക. ഇവിടെ ഒരു N ഉണ്ട്, ഇവിടെ ഒരു N ഉണ്ട്, ഇവിടെ നമുക്ക് 2 കൊടുക്കാം. ഇവിടെ എന്താ, ഇവിടെ 3 ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ 6 ആവും. 6 ഹൈഡ്രജൻ വരണമെങ്കിൽ ഇവിടെ 3 കൊടുക്കാം. അപ്പൊ എത്രയാവും? 3 ഓക്സിജൻ, 1 ഓക്സിജൻ, 4 ഓക്സിജൻ. 4 ഓക്സിജൻ വരണമെങ്കിൽ ഇവിടെയും 2 കൊടുക്കണം. ഇവിടെയും 2 കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ പിന്നെ മാറും. അപ്പൊ 2 3 2 4 2 6 ആണ് വരുന്നത്. 2 4 2 6 ആണെങ്കിൽ 2n 6 into 2 നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കണം. ട്രയൽ ആൻഡ് എറർ വഴി ബാലൻസ് ചെയ്ത് നോക്കണം. NH3 plus O2 reversibly gives NO plus H2O. സർ ഫസ്റ്റ് ഈക്വേഷൻ റിവേഴ്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ സെക്കൻഡ് തേർഡ് ആഡ് ചെയ്താൽ പോരെ? ഫസ്റ്റ് ഇക്വേഷൻ അല്ല, ഇത് ബാലൻസ്ഡ് ആണോ നോക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇത് ബാലൻസ്ഡ് ആക്കിയിട്ട് നീ പറഞ്ഞ ആളൊക്കെ ചെയ്താലും മതി. ഫസ്റ്റ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തിട്ട് സെക്കൻഡും തേർഡുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കട്ടെ.
പറഞ്ഞോളൂ. പറഞ്ഞോ. സാർ ബാലൻസ് ചെയ്യുമ്പോ പിന്നെ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ചില വാല്യൂസ് ഒക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോ ഇക്വേഷൻ NS3 പ്ലസ് NS3 ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് ഇത് കിട്ടാൻ വേണ്ടി ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ആൻസർ വരണം, എനിക്ക് തോന്നുന്നു BO CO എന്തോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഇത് ചെയ്ത് നോക്ക്. ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. സമയം കളയുന്നില്ലേ? ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ കിട്ടാനായിട്ട് ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ക്വസ്റ്റ്യൻ ഇത് പെട്ടെന്ന് പറയാൻ പറ്റും. For a hypothetical reaction, the equilibrium constant, ഇപ്പൊ A reversible is B യുടെ equilibrium constant 2 ആണ്, B reversible is C യുടെ equilibrium constant 4 ആണ്, C reversible is D യുടെ equilibrium constant 3 ആണ്. അങ്ങനെയാണെങ്കിൽ A reversible is D യുടെ equilibrium constant എങ്ങനെ കണ്ടുപിടിക്കും? ഇതെങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് ഈ 3 ഇക്വേഷനിൽ നിന്ന് ഇത് കിട്ടണം. എന്തോ ചെയ്യാം? ആർക്കും ഒരു ഐഡിയ ഇല്ല. എല്ലാം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അത് എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. A reversible is B, B reversible is C, C reversible is D. ഈ 3 ഇക്വേഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ A plus B plus C ആവും. റിവേഴ്സിബിൾ ഗീവ്സ് റൈറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്താവും? B plus C plus D ആവും. ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്തു, റൈറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ബിയും വെട്ടിക്കളയാം, സിയും വെട്ടിക്കളയാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആവും A reversible is D എന്ന് പറയുന്ന ഇക്വേഷൻ ആവും. നിങ്ങള് ഇക്വേഷൻസ് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ KCയുടെ വില കിട്ടാൻ വേണ്ടി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ മൾട്ടിപ്ലൈ ആണ്. അതായത് ഇവിടെ 2, 4, 3 ആണുള്ളത്. അപ്പോ ഈ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 4 × 3, 2 × 4 8, 8 × 3 24. ആൻസർ ആയി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തിരി സമയം എടുക്കും. ഓക്കെ അല്ലേ? പോയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഞാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. എല്ലാം ഞാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ ദ റിയാക്ഷൻ N2 plus O2 reversible is 2NO. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ്. ഇനി 2NO plus O2 is 2NO2. അപ്പൊ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? K2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷനിലൂടെ നിങ്ങൾക്ക് എത്തിക്കണം. അതിനെന്തോ ചെയ്യാം എന്നുള്ളത് നോക്കണം. ഇവിടെ N2 എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. N2 ഉണ്ട്, O2 ഉണ്ട്, 2NO ഉണ്ട്. ഇവിടെ 2NO ഉണ്ട്, O2 ഉണ്ട്, 2NO2 ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഇവിടെ NO2 റൈറ്റ് സൈഡിൽ വന്നേക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ റൈറ്റ് സൈഡിലാണ് NO2 വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അപ്പോഴേ നിങ്ങൾ മനസ്സിൽ വെച്ചോണം എന്താണ് ചെയ്യേണ്ടത്. ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതാം, ജസ്റ്റ് ഒന്ന് എഴുതാം. N2 plus O2 reversibly gives 2NO. ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ്. ഇനി വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് 2NO plus O2 reversibly gives 2NO2. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണ്. അങ്ങനെയാണെങ്കിൽ 2NO plus O2, 2NO plus O2 2NO reversibly gives half N2 plus O2. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്നാണ് ചോദ്യം. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഇതിലോട്ട് എങ്ങനെ എത്താം? പറയടേ.
പോയല്ലാണോ? ഹരീഷേ പോയാ? കൈ ഉണ്ട് കാണിക്കല്ലേ sir. പറഞ്ഞു. ഹരീഷേ ഓ പറ. സർ ഫസ്റ്റ് റിയാക്ഷൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓക്കെ, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താ? ഹാഫ് N2 പ്ലസ് ഹാഫ് O2 റിവേഴ്സിബിൾ ഗീവ്സ് NO. ഓക്കെ, അപ്പൊ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇവിടെ K1⁻²1/2 ആവും. ഇനി എന്നിട്ട് അത് റിവേഴ്സ് ചെയ്യണം. ഇതിനെ റിവേഴ്സ് ചെയ്യണം. ഓ ഇതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാ റിവേഴ്സ് ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാല് ഇക്വേഷൻ എങ്ങനെയാവും? NO റിവേഴ്സിബിൾ ഗീവ്സ് ഹാഫ് N2 പ്ലസ് ഹാഫ് O2 എന്നാവും. ഇനി എന്ത് ചെയ്യും? ഇനി സെക്കൻഡ് ഈക്വേഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് ഇക്വേഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? NO ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇവിടെ NO പ്ലസ് ഹാഫ് O2 റിവേഴ്സിബിൾ ഗീവ്സ് NO2. ഓക്കെ, ചെയ്തു വരുന്നില്ല. ചെയ്തു. ഓ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താവും? K2⁻²1/2 ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? പക്ഷെ ആഡ് ചെയ്യുമ്പോ 2NO വരുന്നുണ്ട്, പക്ഷെ ബാക്കി ശരിയാവുന്നില്ല. ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ അവിടെ? എന്തായാലും നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളത്. ഈ രണ്ട് ഇക്വേഷൻസിൽ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. എനിക്ക് ഈ ഇക്വേഷൻ കിട്ടണം. 2NO റിവേഴ്സിബിൾ ഗീവ്സ് ഹാഫ് N2 പ്ലസ് ഹാഫ് N2 പ്ലസ് O2 എന്ന് പറയുന്ന ആൻസറിലോട്ട് നമുക്ക് എത്തണം. ആദ്യത്തെ ഇക്വേഷൻ അവസാനം ഇത് ഈക്വേഷൻ മാറി, അതാണ് എനിക്ക് മൊത്തം തെറ്റിയത്. NO2 ആണ് അവസാനം ഉള്ള ഫൈനൽ ഈക്വേഷൻ കിട്ടേണ്ടത്. കിട്ടേണ്ട ഇക്വേഷനിൽ മാറ്റം ഉണ്ടോ? NO2 ആണ്. അതാണ് ഞാൻ കൺഫ്യൂഷൻ ആയത് സർ. ഓക്കെ, ഇക്വേഷൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. N2 പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ്സ് 2NO. ഇത് ആദ്യത്തെ ഇക്വേഷൻ. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1. ഇനി 2NO പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ്സ് 2NO2. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് NO2 റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് N2 പ്ലസ് O2. ഓക്കെ, പറഞ്ഞോ. സർ ഫസ്റ്റ് ഇക്വേഷൻ ഹാഫ് എടുത്തിട്ട് അത് റിവേഴ്സ് ചെയ്യണം. ഇതിനെ ഹാഫ് എടുത്തിട്ട് ഇത് റിവേഴ്സ് ചെയ്തിട്ട് ഹാഫ് എടുക്കണം. ഓക്കെ, അപ്പൊ റിവേഴ്സ് ചെയ്യുമ്പോ നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യണം. റിവേഴ്സ് ചെയ്യുമ്പോ 2NO റിവേഴ്സിബിളി ഗീവ്സ് N2 പ്ലസ് O2. റിവേഴ്സ് ചെയ്യുമ്പോ 1/K1 ആവും. പറഞ്ഞു വരുന്നത് കറക്റ്റ് ആണ്. 1/K1 ആവും. പിന്നെ അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താവും? NO റിവേഴ്സിബിൾ ഗീവ്സ് ഹാഫ് N2 പ്ലസ് ഹാഫ് O2. അപ്പോ 1/K1⁻²1/2 ആവും. ഓക്കെ, ചെയ്തു. ഇക്വേഷൻ 1. സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുമ്പോ എന്താവും? റിവേഴ്സ് ചെയ്തിട്ട് ഹാഫ് എടുക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ഈ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുമ്പോ 2NO2 റിവേഴ്സിബിളി ഗീവ്സ് 2NO പ്ലസ് O2. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/K2 ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ഫുൾ ആയിട്ട് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 2 എല്ലാം പോകും. NO2 റിവേഴ്സിബിളി ഗീവ്സ് ഇവിടെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ NO പ്ലസ് ഹാഫ് O2. ഇത് 1/K2⁻²1/2. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ആഡ് ചെയ്താൽ ശരിയാവും. ആഡ് ചെയ്താൽ ശരിയാവും. നോക്കാം. ശരിയാവും. ആവണം. ഒന്നാമത്തെ ഇക്വേഷനും ഈ രണ്ടെന്ന് എഴുതി ഈ ലാസ്റ്റ് ഇക്വേഷനോട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ NO പ്ലസ് NO2 റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് N2 ഹാഫ് O2. ഹാഫ് N2 പ്ലസ് ഹാഫ് O2 പ്ലസ്
NO പ്ലസ് ഹാഫ് വോൾട്ട്. കറക്റ്റ് ആയി. NOയും നമുക്ക് വെട്ടിക്കളയാം. ബാക്കി എന്തോന്നുണ്ട്? NO2 ഉണ്ട്. NO2 റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് N2 പ്ലസ് അര O2 കൂടെ ആകുമ്പോൾ 1 O2 ആവും. അപ്പൊ ഇക്വേഷൻസ് ഈ ഇക്വേഷനോട് ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടാനായിട്ട് ഈ വിലകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? 1/K1 raised to 1/2 into 1/K2 raised to 1/2. 1 ഡിനോമിനേറ്റർ K1 K2 ഉണ്ട്, the whole raised to 1/2. അതാണ് ആൻസർ വരുന്നത്. 1/2 കോമൺ ആയിട്ട് എടുത്തു. പവർ രണ്ടിന്റെയും പവർ 1/2 ആയതുകൊണ്ട് ഹോൾ നിട്ടിട്ട് റേസ് ടു 1/2. ക്ലിയർ ആണാടെ ബാക്കിയുള്ളവർക്ക്? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. വർക്ക്ഔട്ട് ചെയ്യണം. എഴുതിയായിരുന്നു നിങ്ങള്? ബാക്കിയുള്ളവർ എഴുതിയാടേ? എഴുതി സാർ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം, ഇതേപോലെ ചെയ്യണം. ആൻസർ കിട്ടുന്നതാണ്. ഇക്വേഷൻ ബാലൻസ് ചെയ്തതിനു ശേഷം ആ ഇക്വേഷനിലോട്ട് എത്തിക്കണം. കിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരും. കിട്ടും. ഇതാണ് അവിടെ ഉത്തരം വരുന്നത്, ഡി ഓപ്ഷൻ. ഇനി നോക്കിയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ, 2003 ചോദിച്ച ചോദ്യമാണ്. The reaction Q for the reaction quotient Q for the reaction N2 plus 3H2 reversibly is 2NH3. Q എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, NH3 സ്ക്വയർ. Q എന്ന് വെച്ചാൽ റിയാക്ഷൻ കോഷ്യന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്നൊക്കെ പറയാറുണ്ട്. NH3 square by N2H2 cube. The reaction will proceed from left to right. അപ്പൊ ഓർത്തോണം, റിയാക്ഷൻ ഇപ്പൊ Q എന്ന് പറയുന്നതും KC, ഇപ്പൊ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ QC വില തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ QC എന്താണെന്ന് നിങ്ങൾ അറിയണം. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ A പ്ലസ് B റിവേഴ്സിബിളി ഗീവ്സ് C പ്ലസ് D എന്ന് പറയണം. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം, ഈ ഒരു റിയാക്ഷൻ ഈ ഒരു റിയാക്ഷനിൽ എയുടെ അളവിനെ സ്ക്വയർ ബ്രാക്കറ്റ് A കൊണ്ട് കാണിക്കും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A എന്നാണ് അതിനെ വിളിക്കുന്നത്. ബിയുടെ അളവിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് B എന്ന് കാണിക്കും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് കാണിക്കും. സിയുടെ അളവിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് C, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C എന്ന് കാണിക്കും. ഡിയുടെ അളവിനെ നമ്മൾ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ് D എന്ന് കാണിക്കും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D എന്ന് കാണിക്കും. ഇനി ഈ കോൺസെൻട്രേഷനുകളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതാണ് QC. QC ഈസ് കാൾഡ് കോൺസെൻട്രേഷൻ കോഷ്യന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, കണ്ടവർക്ക് അത് അറിയാമായിരിക്കും. കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് പറയും. കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റിന്റെ അളവ് ബൈ റിയാക്ടന്റിന്റെ അളവാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C യും D യും ആണ്. അപ്പൊ C × D ബൈ A × B. ഇതിനെ നമ്മൾ ഇക്വിലിബ്രിയം ആവുമ്പോഴാണ് QCക്ക് പകരം നമ്മൾ KC എന്ന് കൊടുക്കുന്നത്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷെ ഇക്വിലിബ്രിയത്തിലാണ് QCക്ക് പകരം നമ്മൾ KC എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടേം പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ ഒരു റിയാക്ഷനിൽ നിങ്ങൾ ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇപ്പോ QCയുടെ വില KCയെക്കാളും കൂടുതലാണെങ്കിൽ ആ റിയാക്ഷനിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും സ്പീഡിൽ നടക്കുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള റിയാക്ഷൻ ഫോർവേഡും ബാക്കിലോട്ടുള്ള റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാ പറയുന്നത്, നിങ്ങൾക്ക് അറിയാതെ. QC കോൺസെൻട്രേഷൻ കോഷ്യന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെക്കാളും കൂടുതലാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും സ്പീഡിൽ നടക്കുന്നത്. കോൺസെൻട്രേഷൻ കോഷ്യന്റിനെക്കാളും കൂടുതലാണ് KC എങ്കിൽ ഏത് റിയാക്ഷൻ ആയിരിക്കും സ്പീഡിൽ നടക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും സ്പീഡിൽ നടക്കുന്നത്. ഇനി കോൺസെൻട്രേഷൻ കോഷ്യന്റും KCയുടെ വില ഈക്വൽ ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത്രയും ക്ലിയർ ആണോ?
ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എന്താണ് റിയാക്ഷൻ വിൽ അല്ലല്ല ഇക്വിലിബ്രിയത്തിലല്ല, റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് NH3 അവിടെ നിന്ന് ബാക്കിലോട്ട്. റൈറ്റ് സൈഡ്, ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക്. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡിനടക്കം എന്ത് ചെയ്യണമെന്നാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്. Q ഗ്രേറ്റർ ദാൻ KC പറയണം. QC ഗ്രേറ്റർ ദാൻ QC എന്ന് പറയുന്നതിനോടാണ് Q എന്ന് പറഞ്ഞേക്കുന്നത്. Q ഗ്രേറ്റർ ദാൻ KC വന്നാലേ അത് എന്ത് നടക്കത്തുള്ളൂ, ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡിന് നടക്കത്തുള്ളൂ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The equilibrium constant for the reaction, A2 reversibly is 2A at 500 Kelvin and 700 Kelvin are 1 into 10 raised to minus 10 and 1 into 10 raised to minus 5 respectively. The given reaction is dash. ഇതിന് എന്തോ പറയാൻ പറ്റും? ആർക്കെങ്കിലും ആൻസർ അറിയോ? ഈ റിയാക്ഷൻ രണ്ട് ടെമ്പറേച്ചർ നടത്തുകയാണ്. ഫസ്റ്റ് ടെമ്പറേച്ചർ 500 കെൽവിൻ. ആ 500 കെൽവിനിൽ നടത്തുമ്പോൾ ഉള്ള റിയാക്ഷന്റെ KCയുടെ വില 1 into 10 raised to minus 10 ആണ്. ഇനി സ്ലോ അല്ലേ? സ്ലോ ആണ്. 500 കെൽവിൻ. വേറെ ആർക്കും ഒരു ഉത്തരവില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. 500 കെൽവിനിൽ റിയാക്ഷൻ ഞാൻ പറയാം 500 കെൽവിനില് ഇവിടെ ഇപ്പൊ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റിന്റെ ആൻസർ സിമ്പിൾ ആണ്. ഇവിടെ ഇപ്പൊ KCയുടെ വാല്യൂ, നമുക്കൊരു റിയാക്ഷനില് KCയുടെ വാല്യൂ അറിയാമെങ്കിൽ ആ റിയാക്ഷന്റെ സ്പീഡ് പറയാൻ പറ്റും. ഇപ്പൊ KCയുടെ വാല്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ KCയുടെ വാല്യൂ 10 ക്യൂബിനേക്കാളും കൂടുതലാണെങ്കിൽ ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. KCയുടെ വാല്യൂ 10 ക്യൂബിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. KCയുടെ വാല്യൂ 10 raised to minus 3യേക്കാളും കുറവാണെങ്കിൽ അത് വെരി സ്ലോ റിയാക്ഷൻ ആണ്. KCയുടെ വാല്യൂ 10 ക്യൂബ് ടു 10 raised to minus 3 ആണ് വരുന്നതെങ്കിൽ ആ റിയാക്ഷൻ മോഡറേറ്റ് സ്പീഡിലായിരിക്കും നടക്കുന്നത്. ക്ലാസ് കണ്ടവർക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും. ഇവിടെ 10 raised to minus 3യേക്കാളും ചെറിയ വിലയാണ് പറഞ്ഞേക്കുന്നത്. 10 raised to, അപ്പൊ ഈ വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കണം. KCയുടെ വാല്യൂ വെച്ചിട്ട് റിയാക്ഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവാം. എന്താ പറഞ്ഞേക്കണേ? ഈ റിയാക്ഷൻ 500 കെൽവിനിലും 700 കെൽവിനിലും നടത്തുമ്പോഴും ഈ വിലകൾ നോക്ക്. 10 raised to minus 10 ആണ്. 10 raised to minus 10 എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ വാല്യൂ ആണ്. 10 raised to minus 5, 10 raised to minus 3യേക്കാളും ചെറുതാണ്. വളരെ വളരെ ചെറിയ വാല്യൂ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുന്നതെങ്കിൽ ആ റിയാക്ഷൻ വളരെ പതുക്കെ ആയിരിക്കും നടക്കുന്നത്. വെരി സ്ലോ റിയാക്ഷൻ ആയിരിക്കും. സ്ലോ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. വെരി സ്ലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല, സ്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തന്നെയായിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഒക്കെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ്, ഫാസ്റ്റ് അല്ലെങ്കിൽ സ്ലോ. ഇപ്പൊ ഇവിടെ 10 raised to 10 എന്നാണ് വന്നിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 10 raised to 5 എന്നാണ് വന്നിരുന്നതെങ്കിൽ അവിടെ ഉത്തരം ഫാസ്റ്റ് എന്ന് പറഞ്ഞു. കാരണം 10 raised to 3യേക്കാളും വലുതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു റിയാക്ഷന്റെ സ്പീഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The standard Gibbs free energy change for the isomerization reaction cis to pentene to trans to pentene is minus 3.67 at 400 Kelvin. If more trans to butene is added to the reaction vessel, then the standard Gibbs free energy change for the isomerization reaction. അതായത് പെന്റ് ടു പെന്റീൻ എന്ന് പറയുന്നത് 2 പെന്റീൻ തന്നെ ആയി മാറുന്നത്. സിസ് എന്ന് പറയുന്ന സാധനം എന്തായി മാറുന്നു? ട്രാൻസ് ആയി മാറുന്നു. സിസ് എന്ന് പറയുന്നത് ട്രാൻസ്. സിസ് ട്രാൻസ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് ഒരു ഓർഗാനിക് പഠിക്കുമ്പോൾ അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
അപ്പൊ ഇതൊരു ഐസോമർ ഉണ്ടാകുന്ന റിയാക്ഷൻ, അതായത് ഈ ഒരു മോളിക്യൂളിന്റെ ആറ്റങ്ങളുടെ എണ്ണവും ഈ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ എണ്ണവും ഒക്കെ സെയിം ആണ്, സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഐസോമർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ നമ്മൾ ഐസോമറൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ റിയാക്ഷന്റെ ഡെൽറ്റ ജിയുടെ വില -3.67 കിലോ ജൂൾ പെർ മോൾ ആണ് 400 കെൽവിനിൽ. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇതായത് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിസ് ടു പെൻറ്റീൻ എന്നുള്ളത് ട്രാൻസ് ടു പെൻറ്റീൻ ആവുന്നുണ്ട്. അതേസമയം ട്രാൻസ് ടു പെൻറ്റീൻ എന്നുള്ളത് തിരിച്ചെന്താവുന്നുണ്ട്? സിസ് ടു പെൻറ്റീൻ ആവുന്നുണ്ട്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റിയാക്ഷൻ നടക്കുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാക്ഷനില് ട്രാൻസ് ടു പെൻറ്റീൻ എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ട് സ്പീഡിൽ നടക്കും എന്നാണ് ചോദ്യം. ഈ റിയാക്ഷനിൽ ട്രാൻസ് ടു പെൻറ്റീൻ എന്ന് പറയുന്ന സാധനം കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ട് നടക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കാം, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇവിടുത്തെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്? cis 2 pentene to trans 2 pentene. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റിയാക്ഷൻ ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് റിയാക്ഷൻ ഉണ്ട്, തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ട്. നമ്മൾ കൂടുതൽ ഈ റിയാക്ഷന്റെ ഡെൽറ്റ ജി വില മൈനസ് എന്ന് തന്നേക്കാൻ. ഡെൽറ്റ ജി വില മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് മൈനസ് എന്നാണ്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. അതായത് സിസ് ഉണ്ടെങ്കിൽ ട്രാൻസ് ആവും, ട്രാൻസ് ഉണ്ടെങ്കിൽ തിരിച്ചത് എന്താവും? സിസ് ആവും. അതാണ് ഇതിന്റെ മീനിങ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. സിസ് ഫോം കൂടുതലായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് ട്രാൻസ് ആയിട്ട് മാറും, ട്രാൻസ് ഫോം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് സിസ് ആയിട്ട് മാറും എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതാണ്. ഈ ട്രാൻസിന്റെ അളവ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾ പറഞ്ഞേ, പ്രോഡക്റ്റ് കൂടുതൽ ഇട്ടു, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. പ്രോഡക്റ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് അയച്ചെന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രോഡക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും, റേറ്റ് കൂടും. ഇനി പ്രോഡക്റ്റിന്റെ അളവ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും. ഇനി റിയാക്ടന്റിന്റെ അളവ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. ഇനി റിയാക്ടന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ റിയാക്ടന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും. റിയാക്ടന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും. റിയാക്ടന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഏതാ കൂടുന്നത്? റിയാക്ടന്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. ഇത്ര ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രോഡക്റ്റ് ആണ് ട്രാൻസ് ടു പെൻറ്റീൻ. അതിന്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തോ ഉണ്ടാവുന്നതാണ്. പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റിയാക്ഷന്റെ സ്പീഡ് കൂടുകയും കൂടുതൽ എന്തുണ്ടാവുകയും ചെയ്യും? സിസ് ടു പെൻറ്റീൻ ഉണ്ടാവുകയും ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. അപ്പൊ ആൻസർ ഇവിടെ മോർ ടു സിസ് ടു പെൻറ്റീൻ ഈസ് ഫോംഡ് എന്നാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. ഡെൽറ്റ ജി സീറോയും KC തമ്മിലുള്ള റിലേഷൻ പറയൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ ജി സീറോയും തമ്മിലുള്ള റിലേഷൻ പറയൂ. -2.303 RT log KC. ഡെൽറ്റ ജി സീറോ ഇസ് ഇക്വൽ ടു -2.303 എന്നുണ്ട്. ആ 3 ഇവിടെ ഇല്ല, ബാക്കി നിങ്ങൾ എഴുതിയാൽ മതി. ഡെൽറ്റ ജി സീറോ ഇസ് ഇക്വൽ ടു -2.303 RT log K എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്.
സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡെൽറ്റ ജി 0 is equal to -2.303 RT log Kc. K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, ഡെൽറ്റ ജി 0 എന്ന് പറഞ്ഞാൽ ഗിബ്സ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയും. അതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കും. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ അല്ലേ? നിങ്ങൾ എത്രത്തോളം വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സാൾട്ട് വിൽ ഗീവ് ഹയസ്റ്റ് pH ഇൻ വാട്ടർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളില് കോമ്പൗണ്ടുകളെ നിങ്ങൾ സാൾട്ടുകളാണ്, താഴെ 4 സാൾട്ടുകൾ തന്നിട്ടുണ്ട്. ആ 4 സാൾട്ടുകളെ നിങ്ങൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതില് ഏറ്റവും കൂടുതൽ ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ വെള്ളത്തിന് ഒരു pH കാണുമല്ലോ. ആ pH വില ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? പറയാൻ പറ്റുമോ? എനി ആൻസർ? ഹരീഷിനെല്ലാം പറയണ്ടോടാ? ബേസിക് സോൾട്ട് ആയിരിക്കൂലേ? എനിക്ക് ആൻസർ മാത്രം മതി. Na2CO3 ആണെന്ന് തോന്നുന്നു സർ. നോക്കാം നമുക്ക്. ഒരുത്തനെങ്കിലും ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലോ, അത് മതി. KCl എന്ന് പറയുന്നത് ഇപ്പൊ സാൾട്ടുകൾ തന്നെ അസിഡിക് സാൾട്ട്, ബേസിക് സാൾട്ട്, ന്യൂട്രൽ സാൾട്ട് എന്നൊക്കെ ഉണ്ട്. KCl വാട്ടറിലോട്ട് ഇടുമ്പോ അത് എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, KClനെ വാട്ടറിലോട്ട് ഇട്ട് കലക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേക്ക് സീലിനോടൊക്കെയുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ആദ്യം OH കൊടുക്കുക, രണ്ടാമത് H കൊടുക്കുക. അപ്പൊ KOH ഉണ്ടാവും, HCl ഉണ്ടാവും. അടുത്ത സാധനം ഇപ്പൊ സോഡിയം ക്ലോറൈഡ് വാട്ടറിലോട്ട് ഇടുമ്പോൾ എന്തൊക്കെയായിട്ട് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴും Na-Cl ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. H2O OH ഇവിടെയും വരും, H ഇവിടെയും വരും. അപ്പൊ HCl ചേർന്ന് HCl ആവും, NaOH ചേർന്ന് NaOH ആവും. ഇനി Na2CO3 വാട്ടറിലോട്ട് ഇടുമ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ വാട്ടറിൽ 2 Na ഉള്ളതുകൊണ്ട് 2 OH വരും. ഇവിടെ 2 OH കയറുന്നതുകൊണ്ട് ഇവിടെ 2 H വരും. 2 വാട്ടറാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ അത് നോക്കണ്ട. ഇവിടെ 2 Na ആളുകളും 2 OH വരുന്നു. 2 OH ഇവിടെ കയറുന്നതുകൊണ്ട് ഇവിടെ 2 H വരും. അപ്പം 2 Na-യും 2 OH കൂടെ ചേർന്ന് 2 NaOH ആവും. പ്ലസ് H2 CO3 ചേർന്ന് H2CO3 ആവും. ഇനി കോപ്പർ സൾഫേറ്റ്, അതിലോട്ടാണ് വാട്ടർ ഒഴിക്കണെന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ കൂടെ Cu2+ എന്നാ പറയുന്നത്. അപ്പൊ 2 OH കയറും. ഇനി SO4ന്റെ കൂടെ ഇവിടെ 2 OH കയറുന്നതുകൊണ്ട് ഇവിടെ 2 H വരും. അപ്പൊ 2 OH-ഉം Cu ചേർന്ന് CuOH twice ആവും. പ്ലസ് 2 H SO4 ചേരുമ്പോ H2SO4 ആവും. ഇങ്ങനെ എഴുതാൻ നിങ്ങൾ അറിയണം. ഇങ്ങനെ എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റൂ. വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ 2 Na ഉള്ളതുകൊണ്ട് 2 OH ചേരുന്നു. ഇവിടെ 2 OH ചേർന്നെങ്കിൽ ഇവിടെ 2 H ചേർത്ത് എഴുതണം. ആദ്യം OH രണ്ടാമത് H കൊടുത്തിട്ട് നിങ്ങൾ സാൾട്ടിനെ ബ്രേക്ക് ചെയ്ത് ഒരു ബേസും ഒരു ആസിഡും ആക്കി എഴുതും. ഇവിടെ നോക്കണം. ഇപ്പൊ KOH, NaOH ഇതെല്ലാം സ്ട്രോങ് ബേസ് ആണ്. ഇപ്പൊ NH4OH വീക്ക് ബേസ് ആണ്. HCl, HNO3, H2SO4 ഇതെല്ലാം സ്ട്രോങ് ആസിഡ് ആണ്. HNO2 അതേപോലെ HNO2, H2CO3, കാർബോണിക് ആസിഡ്, CH3COOH ഇതെല്ലാം വീക്ക് ആസിഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, KOH സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ? ഇത് സ്ട്രോങ് ബേസ് ആണ്, ഇത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡും ആണ് ചേരുന്നെങ്കിൽ സാൾട്ട് എന്തായിരിക്കും ഇവിടെ? ന്യൂട്രൽ ആയിരിക്കും.
എനക്കറിയാന്ന് എനിക്കറിയാം, ബാക്കിയുള്ളതൊക്കെ വാവളന്നിരിക്കുകയാണ്, ഇരിക്കട്ടെ. സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് ന്യൂട്രൽ ആണ്. HCl സ്ട്രോങ് ആസിഡ് ആണ്. NaOH സ്ട്രോങ് ബേസ് ആണ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസോട് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഈ സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആണ്. ഇനി NaOH സ്ട്രോങ് ബേസ് ആണ്. H2CO3 വീക്ക് ആസിഡ് ആണ്. അപ്പൊ ഈ സ്ട്രോങ് ബേസും വീക്ക് ആസിഡോട് ചേരുന്ന സാധനം, സ്ട്രോങ് ബേസും വീക്ക് ആസിഡോട് ചേരുന്ന സാധനം എന്ന് പറയുന്നത് എന്ത് സാൾട്ട് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണോ സ്ട്രോങ് അതിന്റെ സ്വഭാവമായിരിക്കും. അപ്പൊ ബേസ് ആണ് ഇവിടെ സ്ട്രോങ്, അപ്പൊ ഇത് സാൾട്ട് എന്ന് പറയുന്നത് ബേസിക് സാൾട്ട് ആയിരിക്കും. ഇവിടെ ഈ കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒക്കെ വീക്ക് ബേസിൽ വരുന്നതാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ സ്ട്രോങ്. അപ്പൊ വീക്ക് ബേസും സ്ട്രോങ് ആസിഡോടാണ് ഇവിടെ ചേരുന്നത്. അപ്പൊ ഉണ്ടാകുന്ന സാൾട്ട് എന്ന് പറയുന്നത് ഏതാണോ സ്ട്രോങ് അതിന്റെ സ്വഭാവമായിരിക്കും. ഇവിടെ വീക്ക് ബേസ് വീക്ക് ആണ്, ആസിഡ് സ്ട്രോങ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സാൾട്ട് അസിഡിക് സാൾട്ട് ആയിരിക്കും. അസിഡിക് സാൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, pH എന്ന് പറയുന്നത് 7 കൂടുതലാണെങ്കിൽ ബേസ്, 7 കുറവാണെങ്കിൽ ആസിഡ്, 7 ആണെങ്കിൽ ന്യൂട്രൽ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇപ്പോ ഇതിന്റെ pH, ഇത് വെള്ളത്തിൽ കലക്കിയ pH 7 ആയിരിക്കും, കാരണം ഇത് ന്യൂട്രൽ ആണ്. ഇവിടെ NaCl വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ pH 7 ആണ്, കാരണം ഇത് ന്യൂട്രൽ ആണ്. കോപ്പർ സൾഫേറ്റ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ അസിഡിക് ആണ്, കാരണം അതെന്ത് സാൾട്ട് ആണ്? അസിഡിക് സാൾട്ട് ആണ്. pH 7 കുറവായിരിക്കും. Na2CO3 നിങ്ങൾ വെള്ളത്തിൽ കലക്കിയാൽ മാത്രമേ അവിടുത്തെ pH 7 കൂടുതലായിരിക്കത്തുള്ളൂ. 7 കൂടുതലായാലാണ് അതിനെന്തെന്ന് വിളിക്കുന്നത്? ബേസിക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണേ? ബാക്കിയുള്ളവര്? Yes, sir. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് C ഓപ്ഷൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ പകുതി കഴിഞ്ഞു. നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, നമുക്ക് ജന്മത്ത് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കുന്തവും നടക്കാൻ പോകില്ല. എല്ലാരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. Which of these is likely to act as a Lewis base? താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ബേസ്, 2013 ചോദിച്ച ചോദ്യം, ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കുറഞ്ഞത് ഏത് എന്നാണ്. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. Which of these is least likely to act as Lewis base? ലൂയിസ് ബേസ് ആയി ആക്ട് ചെയ്യാത്തത് ഏത്? അപ്പൊ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് എന്നായിരിക്കും ചോദ്യം. അപ്പൊ എന്താണ് ലൂയിസ് ബേസ്, ലൂയിസ് ആസിഡ് നിങ്ങൾ അറിയണം. ഇതിന്റെ ആൻസർ അറിയാമോ ആർക്കെങ്കിലും? മൈനസ് ചാർജ് ഉള്ളവന്മാരെല്ലാം ലൂയിസ് ബേസ് ആണ്. ഇന്നലെ അയച്ചു തന്ന ക്ലാസ് ഒന്നുകൂടെ ഒക്കെ ഇരുന്ന് കാണണം. അതിൽ 60ഉം 50ഉം വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എഴുതിയെടുക്കുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. F മൈനസ് നിങ്ങൾ ശ്രദ്ധിക്കുക. F മൈനസ് എന്ന് പറയുന്നത് മൈനസ് ചാർജ് ഉള്ള ആളാണ്. മൈനസ് ചാർജ് ഉള്ള ആള് ലൂയിസ് ബേസ് ആണ്. ലൂയിസ് ബേസിനെ ഇലക്ട്രോൺ കളയുന്ന ആൾക്കാരാണ് ലൂയിസ് ബേസ്. നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് ലൂയിസ് ബേസ്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ് ലൂയിസ് ബേസ്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്, അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് ലൂയിസ് ബേസ്. അപ്പോ PF3 എന്ന് പറയും. PF3ക്ക് NH3യുടെ അതേ സ്ട്രക്ചറാണ്. നമുക്ക് നോക്കാം, അതിന്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് നോക്കാം. PF3യുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ P F ലോൺ പെയർ. ഈ ലോൺ പെയർ ഉണ്ടെങ്കിൽ ചുമ്മാ നിൽക്കുന്ന ഇലക്ട്രോൺ പെയറിനാണ് ലോൺ പെയർ എന്ന് വിളിക്കുന്നത്. ഞാൻ ഓർബിറ്റിൽ ചുമ്മാ 2 കുത്തിട്ട് വരച്ചാൽ ലോൺ പെയർ. ഈ ഇലക്ട്രോൺ ഇതിന് കളയാം. സോ ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ലൂയിസ് ബേസ് ആണെന്ന് വിളിക്കുക. ഇതിന്റെ സ്ട്രക്ചർ NH3 പോലെയാണ്. NH ലോൺ പെയർ. NH3 നല്ലൊരു ലൂയിസ് ബേസ് ആണ്, കാരണം അതിൽ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്.
അതുപോലെ PF3 നല്ലൊരു ലൂയിസ് സ്പേസ് ആണ്, കാരണം അതിലും എന്തുണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, അത് ലൂയിസ് സ്പേസ് ആണ്. സിഒയുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോഴും അതിൽ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഓക്സിലെല്ലാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അതും നല്ലൊരു ലൂയിസ് ബേസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസ് ചുമ്മാ നിൽക്കുന്ന ആൾക്കാർ, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ F- എല്ലാം ലൂയിസ് ബേസ് ആണ്. പിന്നെ നിങ്ങളുടെ ഓപ്ഷനിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, BF3. BF3യുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ബോറോൺ എഫ് 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 നിങ്ങൾ നോക്കിയാണ്, ബോറോണിന് ചുറ്റും ലോൺ പെയർ ഒന്നും ഇല്ല. ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് പഠിക്കും. ബോറോണിന് ചുറ്റും ആകെ 3 ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഓരോ ബോണ്ട് നോക്കുമ്പോൾ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ആകെ ബോറോണിന് ചുറ്റും 6 ഇലക്ട്രോൺ ആണുള്ളത്. 8 ഇലക്ട്രോൺ പൂർത്തിയായിട്ടില്ല. 8 ഇലക്ട്രോൺ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലാതെ എല്ലാ ലൂയിസ് ആസിഡുകളാണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാത്ത എല്ലാ സാധനവും ലൂയിസ് ആസിഡ്. അതിപ്പോ എക്സാമ്പിൾ എന്ന് പറയുമ്പോ BF3, BCl3, BeF2, LiCl, LiF, BeH2, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും എന്താണ്, ലൂയിസ് ആസിഡുകളാണ്. ബിക്കോസ് ദേ ഹാവ് നോട്ട് ഹാവിങ് ദ കംപ്ലീറ്റ് ഒക്ടറ്റ്. ഒക്ടറ്റ് ഇല്ലാത്ത ആൾക്കാർ, പിന്നെ പ്ലസ് ചാർജ് ഉള്ള എല്ലാ ആൾക്കാരും H+, Na+, K+, Ca2+, Mg2+, ഇതെല്ലാം ലൂയിസ് ആസിഡുകൾ. ക്ലിയർ ആണോ അവിടെ? ക്ലിയർ ആണ് സർ. അപ്പൊ ഇവിടത്തെ ചോദ്യത്തിന്റെ ഉത്തരോടെ ഞങ്ങളൊന്ന് പറയണം. ഇവിടത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാടെ വരുന്നത്? BF3 സ്റ്റാൻഡ്സ്. അപ്പൊ താഴത്തെ ചോദ്യം നേരെ തിരിച്ചാണ്. 2011 ചോദിച്ച ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കുന്നത്. നോക്കിയേ, 2010, 11, 13 കണ്ടോ, എല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണ്, ചെറിയ വ്യത്യാസം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് ലൈക്ലി ടു ആക്ട് ആസ് എ ലൂയിസ് ബേസ്? ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കുറഞ്ഞത് ഏത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദീസ് ഈസ് ഫോളോയിങ് ഈസ് ലീസ്റ്റ് ലൈക്ലി ടു ബിഹേവ് ആസ് എ ലൂയിസ് ബേസ്? കണ്ടോ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻസ് മാറി തന്നേക്കുന്നത്. ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കുറവുള്ളത് ഏത്? ഏതാണ് ഇതിന്റെ ഉത്തരം? ഏതാണ്? ഇവിടെ ഓപ്ഷനുകൾ മാത്രമേ മാറ്റമുള്ളൂ, ആൻസർ സെയിം ആണ്. വാട്ടർ എന്ന് പറയുന്ന ഇഷ്ടംപോലെ ലോൺ പെയർ ഉണ്ട്. NH3 നേരത്തെ ഞാൻ വരച്ചു, ലോൺ പെയർ ഉണ്ട്. OH- മൈനസ് ചാർജ് ഉണ്ട്. ഇതെല്ലാം ലൂയിസ് ബേസ് ആണ്. ആണ്ട നേരത്തെ അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ് ആൻസർ? BF3. BF3 is the ലൂയിസ് ബേസ്, ലൂയിസ് ആസിഡ് ഹിയർ. ലൂയിസ് ആസിഡ് ആണ്, അത് ലൂയിസ് ബേസ് അല്ല. അപ്പൊ ക്വസ്റ്റ്യൻ സെയിം ആണ്, ഓപ്ഷനുകൾ മാറ്റി തന്നിട്ടുണ്ട്, ഉത്തരവും സെയിം ആണ്. അടുത്ത നോക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ 2010 വേറൊരു രീതിയിൽ നോക്ക്. 2009 ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടോ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെറിയ മാറ്റം. നോക്കാം നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോളിക്കുലാർ ഹൈഡ്രൈഡ് ആക്ട് ആസ് എ ലൂയിസ് ആസിഡ്? താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ആസിഡ് ഏത്? നേരത്തെ ചോദിച്ചത് എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതെന്ന്. അതിന്റെ ഉത്തരം BF3 എന്നായിരുന്നു. ഇനി ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്ന കുറെ മോളിക്കുലാർ ഹൈഡ്രൈഡുകളുണ്ട്. ഹൈഡ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോ ഹൈഡ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനുമായി ചേരുന്ന ബൈനറി കോമ്പൗണ്ടുകളാണ് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ബൈനറി കോമ്പൗണ്ട്സ് വിത്ത് ഹൈഡ്രജൻ. ബൈനറി കോമ്പൗണ്ട് വിത്ത് ഹൈഡ്രജനെയാണ് നമ്മൾ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രൈഡ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെറ്റാലിക് അയണിക് ഹൈഡ്രൈഡ്, ഒന്ന് അയണിക് ഹൈഡ്രൈഡ്, 2 കോവാലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്. വിശദമായിട്ട് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുകയും. മൂന്നാമത്തത് മെറ്റാലിക് ഹൈഡ്രൈഡ്. അയണിക് ഹൈഡ്രൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആൾക്കാരും ഹൈഡ്രജനുമായി ചേരുന്ന കോമ്പൗണ്ടുകളാണ് അയണിക് ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ NaH, KH, CaH2, MgH2 ഒക്കെ വരും. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ഹൈഡ്രജനുമായി ചേരുന്ന കോമ്പൗണ്ടുകളാണ് അയണിക് ഹൈഡ്രൈഡ്.
ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഹൈഡ്രജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. പി ബ്ലോക്കിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഏത്? കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്ന് പറയും. ഇനി ഡി ബ്ലോക്കിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്. അപ്പൊ ഓർത്തോണം, മോളിക്കുലാർ ഹൈഡ്രൈഡ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോളിക്കുലാർ ഹൈഡ്രൈഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇലക്ട്രോൺ ഉള്ള ആൾക്കാർ. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. അപ്പൊ കോവാലന്റ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16ാമത്തെയും 17ാമത്തെയും ഗ്രൂപ്പ് ഹൈഡ്രജൻ 15, 16, 17 15, 16, 17 ഹൈഡ്രജനുമായി ചേരുമ്പോണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ NH3, H2O, HCl, HF. ഇതെല്ലാം ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ആണ്. 15ാമത്തെ 17ാമത്തെയും 16ാമത്തെ ഗ്രൂപ്പ് ഹൈഡ്രജനുമായി ചേരുമ്പോണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14ാമത്തെ ഗ്രൂപ്പും ഹൈഡ്രജനുമായിട്ട് ചേരും. ഇതിന് ഒക്ടറ്റ് കാണും, 8 ഇലക്ട്രോൺ പൂർത്തിയായിട്ടിരിക്കും. 14ാമത്തെ ഗ്രൂപ്പ് ഹൈഡ്രജനായിട്ട് ചേരുന്നതാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ 13ാമത്തെ ഗ്രൂപ്പും ഹൈഡ്രജനുമായിട്ട് ചേരും. 13ാമത്തെ ഗ്രൂപ്പ് ഹൈഡ്രജനായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ CH4, SiH4 ഒക്കെ വരും. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡിന് എക്സാമ്പിൾ ആണ് B2H6, Al2H6 ഒക്കെ വരും. ഇത്രയും ക്ലിയർ ആണോ? ആണ് സർ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. Yes, sir. ക്ലിയർ ആണ് സർ. അപ്പൊ ഇവിടത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പറയാനുണ്ടോ? ഓക്കെ, മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് നോക്കേണ്ടത്. മോളിക്കുലാർ ഹൈഡ്രൈഡില് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആരൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്, ഓർത്ത് വെച്ചേക്കണം. അതിലിപ്പോ B2H6, Al2H6 ഒക്കെ വന്ന ആൻസർ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ പറയട്ടെ. വാട്ട് ഈസ് ദ ആൻസർ? വിച്ച് ഈസ് ലൂയിസ് ആസിഡ്? B2H6. ബാക്കി ഇതല്ല, ഇത് ഇലക്ട്രോൺ പ്രിസൈസ് ആണ്. വാട്ടറും അമോണിയ ഇലക്ട്രോൺ റിച്ച് ആണ്, അത് ഓർത്ത് വെച്ചേക്കണം. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ആസിഡ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഈ സെക്ഷനിൽ നിന്ന് ഷുവർ ആണ് ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് എഴുതാനായിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ വിൽ ആക്ട് ആസ് എ ലൂയിസ് ആസിഡ്? ഏതാണ് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഇത് പറയാനായിട്ടുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനുകളൊന്നും പരിചിതമായിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു മോളിക്യൂളുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഈ ഓപ്ഷനുകളൊന്നും എഴുതാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്ത് വേണം ആൻസർ ചെയ്യാനായിട്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മോളിക്യൂൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ഒരു മോളിക്യൂൾ നിങ്ങൾ കണ്ടിട്ടില്ല. ട്രൈമീഥൈൽ ഫോസ്ഫീൻ ആണ് ഇതിന്റെ പേര്. ട്രൈമീഥൈൽ ബൊറൈൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് ട്രൈമീഥൈൽ അമോണിയമീൻ എന്നാണ് ഇതിന്റെ പേര്. ട്രൈമീഥൈൽ അമീൻ എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഈ മോളിക്യൂൾ പിന്നെയും കണ്ടിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ, ബാക്കിയൊന്നും നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് റിലേറ്റ് ചെയ്ത് വേണം ആൻസർ ചെയ്യാനായിട്ട്. റിലേറ്റ് ചെയ്യണം. എങ്ങനെ റിലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഞാൻ ഒന്ന് എഴുതാം. CH3 twice O, CH3 thrice O, CH3 thrice അല്ലല്ലോ, CH3 twice തന്നെയാണ്, twice O, CH3
thrice P, CS3 thrice N, CS3 thrice B. അപ്പൊ ഇതിനെ ഞാൻ റിലേറ്റ് ചെയ്യാൻ പോകണം, നോക്കിക്കോണേ. ഈ ഓയുടെ കൂടെ ഏതോ ഒരാൾ രണ്ടെണ്ണം അറ്റാച്ച് ചെയ്തേക്കുന്നു. ഓയുടെ കൂടെ വേറെ ഏതോ ഒരാൾ രണ്ടെണ്ണം അറ്റാച്ച് ചെയ്തേക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഫോർമുല പഠിച്ചിട്ടുണ്ടോ? H2O. ഇനി പിയുടെ കൂടെ ഇവിടെ CS3 ത്രൈസ്, പിയുടെ കൂടെ ഒരു ഗ്രൂപ്പ് 3 അറ്റാച്ച് ചെയ്യുന്നു. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിയുടെ കൂടെ 3 H അറ്റാച്ച് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ സിമ്പിൾ മോളിക്യൂൾസ് എടുത്ത് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാം. ഇവിടെ എന്നിന്റെ കൂടെ ഏതോ ഒരു ഗ്രൂപ്പ് 3 അറ്റാച്ച് ചെയ്യുന്നു. അതിലെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്നിന്റെ കൂടെ 3 H അറ്റാച്ച് ചെയ്യുന്നതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. സിംപ്ലസ്റ്റ് എന്ന് ഇതിനെ നമ്മൾ ലഘൂകരിച്ച് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരുന്ന ഫോർമുല എന്നല്ല, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏറ്റവും ലളിതമായ ഫോർമുല. ബി CS3 ത്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ കൂടെ ഏതോ ഒരു BH3. നിങ്ങളുടെ ആൻസർ ആയി. ഏതാണ് നിങ്ങളുടെ ആൻസർ? ഇതിലെ ലൂയിസ് ആസിഡ് ഏതാണെന്നല്ലേ ചോദ്യം. ഏതാണ് ലൂയിസ് ആസിഡ്? BH3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി വരും. BH3 പകരം ഇവിടെ വന്നേക്കുന്ന ഏതാണ്? BCS3 ത്രൈസ്. കാരണം ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ OH ലോൺ പെയർ ഉണ്ട്. ഇങ്ങനെ 2 സ്ട്രക്ചർ ലോൺ പെയർ, 2 ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉള്ള എല്ലാം ലൂസ് ബേസ് ആണ്. PH3 നമ്മൾ വരയ്ക്കുമ്പോഴും ഒരു ലോൺ പെയർ ഉണ്ട്. BH3 വരയ്ക്കുമ്പോഴും ലോൺ പെയർ ഉണ്ട്. NS3 വരയ്ക്കുമ്പോഴും അതിലൊരു ലോൺ പെയർ ഉണ്ട്. പക്ഷേ ലോൺ പെയറുകളൊന്നും ഇല്ലാത്തത് ക്വസ്റ്റ്യനുകൾ. ഇപ്പൊ ഈ 4 ക്വസ്റ്റ്യനുകളും ബോറോണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ജനറലൈസ് ചെയ്ത് ഞാൻ പറയാം, ബോറോൺ ഹൈഡ്രജനുമായി ചേരുന്ന കോമ്പൗണ്ടുകളും ബോറോൺ വേറെ ഏത് കോമ്പൗണ്ടുകളുടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ലൂയിസ് ആസിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ അവിടെ ആൻസർ എഴുതാൻ പറ്റും. ബോറോണിന്റെ ഹാലൈഡുകൾ, ബോറോണിന്റെ ഹൈഡ്രൈഡുകൾ, ബോറോൺ മീഥൈനുമായിട്ട് മീഥൈൽ ഗ്രൂപ്പുമായിട്ട് ചേരുമ്പോൾ മിക്കവാറും ഉള്ള എല്ലാ കോമ്പൗണ്ടുകളും ലൂയിസ് ആസിഡുകളാണ്. B2H6 എന്ന് പറയുന്ന ഒരു മോളിക്കൂൾ ഉണ്ട്. ഡൈബൊറൈൻ എന്നാണ് ഇതിന്റെ പേര്. ഡൈബൊറൈൻ എന്ന് പറയുന്ന സാധനവും വലിയ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് തരും. അത് ലൂയിസ് ആസിഡ് ആണ്. കാരണം അതിൽ ബോറോൺ ഉണ്ട്. ബോറോൺ ഉള്ള ഒരു ആൾക്കാരിലും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കില്ല. അതെല്ലാം ലൂയിസ് ആസിഡ് ആയിരിക്കും. അപ്പൊ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് BH3 പോലെയുള്ള ഫോർമുലയുള്ള CS3 ത്രൈസ് B. ക്ലിയർ ആണോ? യെസ് സർ. അടുത്ത പ്രോബ്ലംസിലേക്ക് വരികയാണ്. 2002 ചോദിച്ച ചോദ്യങ്ങൾ അറിയാം. ഓക്കെ. Solubility of MX2 type electrolyte is 0.5 into 10⁻⁴ mole per liter. Then find a KSP. KSP കണ്ടുപിടിക്കാനാണ്. MX2 ആണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സാൾട്ടിന്റെ സോലിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ടേം ആണ് സോലിബിലിറ്റി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ KSP എന്നൊക്കെ പറയും. KSP എന്ന് പറയുന്നത് സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. MX2 ഞാനത് നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ അയച്ചു തന്ന ക്ലാസ്സിൽ എല്ലാ ഇക്വേഷനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അയക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. കാണുക, പിന്നെയും കണ്ട നോട്ട് എഴുതി പഠിക്കുക. MX2 എന്ന് പറയുന്നത് അയച്ചിരുന്ന ക്ലാസ് 1 മണിക്കൂറേ ഉള്ളൂ എങ്കിലും അത് നിങ്ങൾക്ക് കാണാനായിട്ട് എഴുതാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അയച്ചു തരുന്ന ക്ലാസ്സുകളൊക്കെ. ഓക്കെ, അത് യൂട്ടിലൈസ് ചെയ്യുക. MX2 എന്ന് പറയുന്നത് ഒരു AB2 ടൈപ്പ് സാൾട്ട് ആണ്. AB2 അതിന്റെ അതേ ഫോർമുലയിലാണ് MX2 കിടക്കുന്നത്. AB2 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ KSP അല്ലെങ്കിൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് സോലിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? എന്താണ്? 4s cube. ഇതില് സോലിബിലിറ്റി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. S is equal to 0.5 into 10⁻⁴. It is given. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. KSP is equal to 4 into S ക്യൂബിന് പകരം എത്ര കൊടുക്കും? 0.5 into 10⁻⁴. 0.5 into 10⁻⁴ the whole cube. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആവും. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല, നോക്കാം.
നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ഹാവിംഗ് ഹയസ്റ്റ് പി എച്ച് വാല്യൂ? പി എച്ച് വാല്യൂ കൂടിയത് ഏതിനായിരിക്കും? പി എച്ച് വാല്യൂ കൂടിയത് എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് നേരത്തെ ഇതേപോലത്തെ പറഞ്ഞോ. പി എച്ച് വാല്യൂ കൂടിയത് ഏതിനായിരിക്കും? മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ആൻസർ മാത്രം പറയുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. അതിന്റെ ആൻസർ എന്ന് പറയൂ. ഇവിടെ CH3COO ഒക്കെ ഉണ്ട്, അത് വീക്ക് ആസിഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്. ഞാൻ ഒന്ന് എഴുതാം, ജസ്റ്റ് ഒന്ന് എഴുതാം. ഇതിലുള്ളതില് ഏതാണ്? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ളതിൽ ഏതിനാണ് കൂടുതൽ എന്തെന്നാണ് ചോദ്യം? pH എന്നാണ്. ഇവിടെ ഇപ്പൊ ഓപ്ഷൻ തന്നേക്കുന്നത് CH3. അത് തന്നെയാണ് അവിടെ ആൻസർ വരുന്നത്. CH3COOH. CH3COOH എന്ന് പറയുമ്പോൾ CH3COK എന്ന് പറയുമ്പോൾ CH3COOH ഉം KOH കൂടെ ചേരുന്നതാണ്. ഇത് വീക്ക് ആസിഡ് ആണ്, ഇത് സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഇത് ബേസിക് സാൾട്ട് ആണ്. ഇതിന്റെ pH വാല്യൂ 7 കൂടുതലാണ്. ഇനി Na2CO3. Na2CO3 എന്ന് പറയുമ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഇവിടെ 2 OH ഉം ഇവിടെ 2 H ഉം വരും എന്ന് ഞാൻ പറഞ്ഞു തരുന്നായിരുന്നു. അപ്പോൾ 2 എന്താണ് NaOH ഉണ്ടാവുന്നുണ്ട്, അതേപോലെ H2CO3 ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നോക്കണം, ഇവിടെ 2 NaOH ഉണ്ട്, അതുകൊണ്ട് ഇതും ബേസിക് സാൾട്ട് ആണ്. അതിന്റെയും pH വരെ 7 കൂടുതലാണ്. ഇനി NH4Cl. NH4Cl വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ OH വരും, ഇവിടെ H വരും. അപ്പൊ NH4OH കൂടെ ചേരുമ്പോൾ NH4OH പ്ലസ് HCl കൂടെ ചേരുമ്പോൾ HCl. ഇവിടെ ആസിഡ് ആണ് സ്ട്രോങ്, ഇത് സ്ട്രോങ് ആസിഡ്, ഇത് വീക്ക് ബേസും ആണ്. സ്ട്രോങ് ആസിഡ് ആകുമ്പോൾ ഇത് അസിഡിക് സാൾട്ട് ആണ്. pH വില 7 കുറവാണ്. അടുത്തത് NaNO3. NaNO3 എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ OH H എഴുതുന്നു, NaOH ഉം HNO3 വരുന്നു. 2 സ്ട്രോങ് ആണ്. 2 സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ NaOH HNO3 വരുന്നത് 2 സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇത് ന്യൂട്രൽ സാൾട്ട് ആണ്. 2 സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇത് ന്യൂട്രൽ സാൾട്ട് ആണ്. ന്യൂട്രൽ സാൾട്ടിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഇതും 7 കൂടുതൽ pH വരുന്നതാണ്, ഇതും 7 കൂടുതലാണ്. പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ pH വില വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡേ ഉള്ളൂ. ഇവിടെ 2 മോൾ NaOH ഉണ്ടാകുന്നുണ്ട്. അതായത് 2 മോൾ NaOH എന്ന് പറയുമ്പോൾ NaOHന്റെ അളവ് കൂടുതലാണ്, NaOHന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. NaOHന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ pH വില കൂടുതലായിരിക്കും, പിന്നെയും കൂടുതലായിരിക്കും. ഇവിടുത്തെ OH-നെക്കാട്ടി കൂടുതലാണ് ഇവിടുത്തെ OH എന്ന് വെച്ച് കഴിഞ്ഞാൽ pH വില പിന്നെയും കൂടുതലായിരിക്കും. pH വില 7-നേക്കാൾ ഈ ഇവിടെ ഉള്ള സൊല്യൂഷനെക്കാട്ടി കൂടുതൽ pH ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് വരുന്നത്. ക്ലിയർ ആണോ അവിടെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്. എ സൊല്യൂഷൻ ഓഫ് 0.1 മോളാർ 0.1 നോർമൽ NH4OH ആൻഡ് 0.1 നോർമൽ NH4Cl. ഇതിന്റെ രണ്ടിനെയുടെ pH, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതിന്റെ pH തന്നിട്ടുണ്ട്. pH 9.25 തന്നിട്ടുണ്ട്. അതായത് NH4OH ഒരു pH ഉണ്ട്, NH4Cl ഒരു pH ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ pH 9.25 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ PKB കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഇതെന്താ സാധനം? ഈ മിക്സ്ചറിനെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ. അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ചേർത്ത മിക്സ്ചറിന് നമ്മളൊരു പേര് വിളിക്കുമല്ലോ. പറയടേ. കോമൺ അയോൺ എഫക്റ്റ്. അതല്ല, ഈ രണ്ട് മിക്സ്ചറിനെയാണ് നമ്മളൊരു പേര് വിളിക്കും. ബഫറാണ്. ബഫർ. ഇതൊരു സാൾട്ട് ആണ്. ഇത് അതിലെ തന്നെ ഒരു അയോണും ഒരു OH ചേർന്ന് വരുന്ന ഒരു ബേസ് ആണ്. അതായത് ഒരു ബേസും ഉണ്ട്, അതിന്റെ തന്നെ ഒരു സാൾട്ടും ഉണ്ട്. ഇത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി തന്നത്, ഇതേ എക്സാമ്പിൾ എഴുതി തന്നത്.
ബേസിക് സാൾട്ട് എന്നതിന്റെ ബേസിക് ബഫർ എന്നതിന്റെ എഴുതി തന്നിട്ടുണ്ട്. അതൊരു ബഫറാണ്. ബഫറിന്റെ ഇതിന്റെ POH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. POH is equal to PKB പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ POH പകരം നമുക്ക് PH ആണ് കണ്ടുപിടിക്കണം. അപ്പൊ POH പകരം നമുക്ക് 14 മൈനസ് PH എന്ന് കൊടുക്കാം. കാരണം POH is equal to 14 മൈനസ് PH ആണ്. PKB പ്ലസ് ലോഗ് സാൾട്ടിന്റെ അളവ്, സാൾട്ട് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ 0.1. സോ 0.1 ബൈ ബേസിന്റെ കോൺസെൻട്രേഷനും 0.1. അപ്പൊ 0.1 ബൈ 0.1. അപ്പം 14 മൈനസ് PH ഇസ് ഈക്വൽ ടു PKB പ്ലസ് 0.1 വെട്ടിക്കളയാം, 1 വരും. ലോഗ് 1ന്റെ വില 0. ഇതിൽ നിന്ന് 14 മൈനസ് PH ന്റെ വില തന്നിട്ടുണ്ട് 9.25 ഇസ് ഈക്വൽ ടു PKB തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് PKB വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞത് ക്ലിയർ ആണോ? ആണ് സർ.